എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം 2 സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നാളത്തെ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന് തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് പറഞ്ഞത്. ഈ ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിൽ കാണാൻ പറ്റും. ഞാൻ തമിഴിൽ ഇപ്പൊ കണ്ടു കഴിഞ്ഞ ഒരു ഭാഗമാണ്. അതായത് ഉടനെ തന്നെ അത് നാളെയോ മറ്റന്നാളോ കാണിക്കുന്ന ഭാഗമാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴിൽ അത് കണ്ടപ്പോ അത് നല്ലൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, അങ്ങനെ നമ്മുടെ അനുവിനെ ചെറുതായിട്ട് സംശയിക്കുന്നുണ്ട് അച്യുതൻ കേട്ടോ. അതിപ്പോ സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അനു അത് മാറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സംശയിക്കുന്നുണ്ട്. കറൻലി അങ്ങനെ അലോകിനോട് പറയുന്നുണ്ട്, എനിക്ക് സംശയം അനുവിനെയാണ് എന്നിങ്ങനെ പറയണ. അപ്പൊ അലോക് പറയുന്നുണ്ട്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്ട് അലോക് എന്നിട്ട് കട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അനു വരുന്നുണ്ട്. ശേഷം AC-യുടെ റിമോട്ട് എടുത്തിട്ട് AC-യുടെ ഇത് തണുപ്പ് കുറച്ചങ്ങോട്ട് കൂട്ടിയിടുക കേട്ടോ. അത് കാണുമ്പോഴേക്കും അലോക് പറയുന്നുണ്ട്, ഓ നിനക്ക് AC ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലേ? ഓ ദേവമംഗലത്തെ എല്ലാ റൂമിലും AC ആണല്ലോ. എടി അവിടെ ഫാൻ പോലും മര്യാദക്ക് ഉണ്ടോടി? തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ബാലൻ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് കാറ്റകത്ത് കയറ്റിട്ടെന്ന് കേട്ടല്ലോ. കറണ്ട് ബില്ല് കുറയ്ക്കാനേ നിങ്ങളെ കളിയാക്കൊന്നും വേണ്ട. ഇവിടെ ഇത്രയും ചൂടൊന്നും അവിടെ ഇല്ല, അതുകൊണ്ടാ AC കൂട്ടിയിട്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് AC-നെ കൂട്ടിയിടാട്ടോ. നീ ആ റിമോട്ട് ഇങ്ങോട്ട് തന്നെ, ഇത് നിന്റെ അച്ഛൻ ബാലൻ കൊണ്ടുവച്ച AC ഒന്നല്ലേ, ഇവിടെ താടി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിക്കാണ്. ആ സമയത്ത് നമ്മുടെ അനു കൈ വിടെന്ന് പറയുമ്പോഴേക്കും അലോക് വേഗം അനുവിന്റെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിക്കാട്ടോ. അനുക്ക് ശ്വാസം മുട്ടിട്ട് അനു പറയുന്നുണ്ട്, മര്യാദക്ക് എന്റെ കഴുത്തിന് വിട്, ഇല്ലടി വിടിലടി, നിന്നിങ്ങനെ കഴുത്ത് നെക്കി ഞാൻ കൊല്ലാൻ പോകുവാടി എന്നിങ്ങനെ പറയാണ്. ഓഹോ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അനു കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, ആ കൈന്റെ ഇടയിൽ കൂടി ഇങ്ങനെ വന്നിട്ട് അലോകിന്റെ കഴുത്തിനെ നേരെ കയറി പിടിക്കാനായിട്ട് കൈ പിടിച്ചിങ്ങനെ വളയ്ക്കുന്നുണ്ട്. അപ്പൊ തന്നെ അലോകിനെ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. അയ്യോ അമ്മേന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അലോക് നിലത്തോട് ഭയങ്കര കരച്ചിലാട്ടോ. അയ്യോ അമ്മേന്റെ കൈ ഉടിനേന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോഴേക്കും അവിടേക്ക് അച്യുതനും ആനന്ദനും മുത്തശ്ശിയും രാജശ്രീയും എല്ലാവരും അവിടെ ഓടി വരുവാ കേട്ടോ. എന്നിട്ട് എന്ത് പറ്റി അലോകെ, എടാ എന്ത് പറ്റിയടാ എന്ന് ചോദിച്ചിട്ട് വാതിലിൽ മുട്ടുമ്പോഴേക്കും അനു പതുക്കി ഒന്നും അറിയത്തെ വാതില് തുറക്കാട്ടോ. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ മുത്തശ്ശി, ഇളയമ്മ, മാമ, അമ്മായി, അമ്മാവ, ഈ അലോക് ഉണ്ടല്ലോ എന്റെ കഴുത്തിന് കയറി പിടിച്ചു, എന്നെ കൊല്ലാൻ നോക്കി. മുത്തശ്ശി അപ്പൊ തന്നെ അലോക് ഉണ്ട്, എന്തൊക്കെയാണ് കേൾക്കണത്? നീ സ്നേഹിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് കൊണ്ടത് പെണ്ണല്ലേ, എന്നിട്ട് അവളുടെ കഴുത്തിന് നീ എന്തിനാ കയറി പിടിച്ചത്? അയ്യോ മുത്തശ്ശി ഞാൻ പറയുമ്പോ അതെ അലോക് എന്റെ കഴുത്തിനെ കയറി പിടിച്ചു, എന്നെ കൊന്നു കളയോന്ന് വരെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് അച്യുതൻ ചോദിക്കണ്ടല്ല, നിന്റെ കഴുത്തിൽ അവൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞു, ശരി, പക്ഷെ അവനാണല്ലോ അയ്യോ അമ്മയെന്ന് പറഞ്ഞ് ഒച്ചെടുക്കണത്, നിനക്ക് നീ അങ്ങനെ കരഞ്ഞൊന്നുമില്ലല്ലോ. അപ്പോഴേക്ക് അലോക് വേണ്ട അങ്ങനെ ചോദിക്കച്ച എന്ന് പറയണം. അതെന്താന്ന് എനിക്കറിയില്ല, കഴുത്തിനെ കയറി പിടിച്ചപ്പോ ഞാൻ അലോകിന്റെ കൈ തട്ടി മാറ്റിയില്ലേ, അതിനാ വെറുതെ ബഹളം ഉണ്ടാക്കണത്, എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നു മുത്തശ്ശി, ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, രാജശ്രീ നമ്മുടെ കൂടെ ഇന്ന് ഇവള് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുവിനെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശിയും രാജശ്രീയൊക്കെ അങ്ങോട്ടേക്ക് പോകുവാട്ടോ. അപ്പൊ അനന്തൻ പറഞ്ഞിടാ, കെട്ടിക്കൊണ്ടുന്ന പെണ്ണിനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും ഞങ്ങളുടെ ഭാര്യമാരായിട്ട് വഴക്കുണ്ടാക്കുന്നത് നീ കണ്ടിട്ടുണ്ടോടാ? കെട്ടിക്കൊണ്ടിട്ട് 2 ദിവസമായുള്ളൂ, അപ്പോഴേക്കും അവളെ നീ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ. എടാ നിന്റെ മോനെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് അനന്തന് അപ്പുറത്തേക്ക് പോകട്ടെ. അപ്പൊ അച്യുതൻ പറയണ്ടേടാ എന്താടാ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അച്യുതനും പുറത്തേക്ക് പോകണം. അപ്പൊ ആലോക് ഇങ്ങനെ മനസ്സിലാക്കണം, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നീ എന്റെ വീട്ടുകാരെ കൊണ്ട് എനിക്ക് തന്നെ പാല് വെക്കാൻ നോക്കുവാണല്ലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ പറയണം. അതേസമയം നമ്മുടെ വീട്ടിലാണെങ്കിൽ ദേവമംഗലത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യനും അതുപോലെ തന്നെ ആകാശും ആനന്ദും അതുപോലെ തന്നെ ധർമ്മനും ബാലനും ഗോമതിയും മിത്രയും മീനാക്ഷിയും ദേവിയും എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കാട്ടോ. കാരണം ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ്. അങ്ങനെ നമ്മുടെ മിത്ര ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ മീനാക്ഷി പണ്ട് അടോ ആര്യ നോക്ക്, വേഗം നോക്ക്, റിസൾട്ട് ഇപ്പൊ വന്നിട്ടുണ്ടാവില്ല, 11 മണിക്ക് വരുവോ എടുത്തി, എന്നാൽ റിസൾട്ട് നോക്ക്, ഇപ്പൊ 11:05 സമയം. അപ്പൊ ആകാശ് പണ്ട് അതെ റിസൾട്ട് നോക്കെന്ന് പറയണം. ബാലനും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ റിസൾട്ട് നോക്കണം. ആദ്യം മിത്രയുടെ തന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് മിത്രയുടെ നമ്പർ അടിച്ച് നോക്കുകയാണ്, 134 അങ്ങനെ നമ്പർ ഇങ്ങനെ അടിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മറിച്ച് നോക്കും. മിത്ര ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശ്വര ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യം പറയുന്നുണ്ട്, മിത്രേ നീ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് മിത്രയ്ക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ മിത്ര ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കുമ്പോഴേക്ക് 95% ജയിച്ചിരിക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട്, എന്താണ് അങ്കിളെ ഞാൻ ജയിച്ചു, 95% ഞാൻ ജയിച്ചു, മീനാക്ഷി എടുത്ത് ഞാൻ ജയിച്ചു, 95% ജയിച്ചു, ആകാശേട്ടാ, ധർമ്മമാമ, അമ്മായി ഞാൻ ജയിച്ചു എന്നൊക്കെ പറയാണ്. ആഹാ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പൊ ബാലൻ പറയണ്ടേ, കൺഗ്രാജുലേഷൻ മോളെ, താങ്ക് യു അങ്കിൾ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ആകാശ് ചോദിക്കണ്ട, എടാ ആര്യ നിന്റെ റിസൾട്ട് വന്ന് കാണല്ലോ, റിസൾട്ട് നോക്കടാ. ആദ്യം ഞാൻ രാത്രി നോക്കിക്കോളാം. അതിന്റെ രാത്രി നീ ഇപ്പൊ നോക്കടാ. അത് ഞാൻ നോക്കിയായിരുന്നോ? പിന്നെ നിന്റെ റിസൾട്ട് പറയാത്തത് എന്താണ്? റിസൾട്ട് പറയടാ എന്ന് പറയണം. അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, അവൻ തോറ്റു കാണുമായിരിക്കും എന്നിങ്ങനെ പറയാണ്. ഗോമതി പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക, അവനെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ, ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നതേ എന്റെ മോൻ ആര്യനായിരുന്നു. എടാ ആര്യ നിന്റെ റിസൾട്ട് പറയടാ എന്ന് പറയണം. അപ്പൊ ആര്യൻ അത് പിന്നെ
ആര്യം പറയണ്ട അത് ഞാൻ തോറ്റു എന്ന് പറയണ. തോറ്റെന്നോ? ഗോമതി പറഞ്ഞു, എന്റെ ഈശ്വര, എത്ര വിഷയത്തിനാണ് നീ തോറ്റത്? അത് നാല് വിഷയത്തിന് തോറ്റു. അപ്പൊ ബാലൻ വേണ്ട, അപ്പൊ മലയാളത്തിന് മാത്രമേ ജയിച്ചുള്ളൂ, ബാക്കി എല്ലാത്തിനും തോറ്റു എന്ന് പറയുമ്പോഴേക്കും ആര്യനൊന്നും മിണ്ടാതിരിക്കുകയാണ്. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ പുറത്തേക്ക് പോവാട്ടെ. അപ്പൊ ആര്യം വേണ്ട, ഹാവു സാധാരണ ഇന്നത്തെ ദിവസം എനിക്ക് സമാധാനം തരില്ലെന്നാണ് വിചാരിച്ചത്, 5 മിനിറ്റ് കൊണ്ട് വഴക്ക് പറഞ്ഞിട്ട് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങനെ നിൽക്കാട്ടോ. അത് കാണുമ്പോഴേക്കും മിത്രക്ക് വളരെ വിഷമം തോന്നും കേട്ടോ. കാരണം മിത്രനെ പഠിപ്പിച്ചെടുക്കാനും മിത്രന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ആര്യൻ സ്വന്തം പഠിപ്പ് കളഞ്ഞിട്ട് വെറുതെ എക്സാം എഴുതി പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആര്യൻ ഈ 4 വിഷയത്തിന് തോറ്റുന്ന കേൾക്കുമ്പോൾ മിത്രക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അതേസമയം നമ്മുടെ അനു ആണെങ്കിൽ പ്രാർത്ഥനയോട് കൂടി തന്നെ ഫോൺ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കുവാട്ടോ. തന്റെ അനുവിന്റെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പൊ അനുവിന്റെ റിസൾട്ട് ഇങ്ങനെ നോക്കുവാണ്. റിസൾട്ട് നോക്കി ജയിക്കണേ പാസ്സാവണേ എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്കും അനു ഷോക്കായി പോവാണ്. നോക്കുമ്പോൾ അനുക്ക് 89% വിജയത്തോടു കൂടിയാണ് അനു ജയിച്ചിരിക്കുന്നത് കേട്ടോ. ആ സമയത്ത് അനു ആണെന്നുണ്ടെങ്കിൽ ആ കൈ, ഈശ്വര ഞാൻ ജയിച്ചു, ഈശ്വര അമ്മ അച്ഛാ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അനു വിളിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് അനു ചുറ്റും നോക്കാണ്. ഈശ്വര, ഇത് ദേവമംഗലം അല്ലല്ലോ, ഇതിപ്പോ ദേവമംഗലത്താണെങ്കിൽ എന്നെ എല്ലാവരും കൂടി പൊക്കിയെടുത്ത സന്തോഷത്തിൽ ഇപ്പൊ എന്തൊക്കെ ചെയ്യുമെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. അച്ഛനാണെങ്കിൽ നാട്ടിൽ എല്ലാവർക്കും ലഡു വിതരണം ചെയ്താന്. ഇതിപ്പോ ദേവമംഗലം അല്ലല്ലോ, കൃഷ്ണമംഗലം അല്ലേ, എങ്കിലും എല്ലാവരോടും പറയാം താൻ ജയിച്ച കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനു വേഗം തന്നെ ഉമ്മറത്തേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ഇരിക്കുന്നുണ്ട്, രാജശ്രീ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനു അവിടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി അമ്മായി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ മോളെ, എന്താ? അതെ, ഇന്നെന്റെ റിസൾട്ട് വന്നു. ആണോ? ജയിച്ചോ മോള്? ജയിച്ചെന്ന് മാത്രല്ല 89% മാർക്ക് ഉണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി, എന്റെ നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കാട്ടാ. അപ്പൊ രാജശ്രീ ചോദിക്കുന്നുണ്ട്, ഈശ്വര, ഇത്ര നിന്നിട്ട് പഠിക്കുന്ന കുട്ടിയാണോ നീ ഇത്രയും നിന്ന് പഠിക്കുമെന്ന് അറിയാലോ, പക്ഷെ ഇത്രയും നിന്നിട്ട് പഠിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം അനുവിനോട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ മോളെ എന്ന് പറയുമ്പോൾ താങ്ക് യു അമ്മേ എന്ന് പറയാണ്. ആ ലോകോ മൈൻഡ് ചെയ്യാണ്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും ആ ലോകനോട് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മുത്തശ്ശി. എന്താ മുത്തശ്ശി? അതെ, നീ വലുതും അറിഞ്ഞോടാ, നിന്റെ ഭാര്യയുടെ റിസൾട്ട് വന്നു. എന്ത് റിസൾട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും, എടാ അവളുടെ എക്സാമിന്റെ റിസൾട്ട്. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. പഠിക്കാത്ത നിനക്ക് അതിന്റെ വില മനസ്സിലാവില്ലല്ലോ. നിന്നെ പഠിപ്പിക്കാൻ വിട്ടേനാ 18 മാർക്ക് കിട്ടാൻ വേണ്ടി നിന്റെ അമ്മ പ്രാർത്ഥനയോടും വഴിപാട് നടന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. പക്ഷെ നിന്റെ ഭാര്യ അങ്ങനെയല്ല കേട്ടോ, 89% മാർക്കോട് കൂടി അവള് വിജയിച്ചിരിക്കുന്നത്. ഓ, അടിപൊളി മോളെ. അല്ല മോളെ, പത്രത്തിൽ ഫോട്ടോ ഒക്കെ വരുമോ? അയ്യോ മുത്തശ്ശി, അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ, ഇപ്പത്തെ കാലത്ത് പത്രത്തിൽ ഫോട്ടോ വരില്ല, പക്ഷെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കും എന്ന് പറയണാണോ? എന്തായാലും സൂപ്പറായി മോളെ, അടിപൊളി എന്നൊക്കെ പറയാട്ടോ. അനുക്കും ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ അനു അകത്തേക്ക് കയറി ഇങ്ങനെ വിചാരിക്കാട്ടോ, ഈശ്വര, വീട്ടിലിപ്പൊ എന്തായിരിക്കും അവസ്ഥ? വീട്ടിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആഘോഷമായിരുന്നാണ്, രാത്രിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കായിരുന്നു. ഇവിടെ ആരും എന്റെ സന്തോഷം ആഘോഷിക്കാനായിട്ട് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു ആകെ വിഷമിച്ച് ഡസ്പായിട്ട് ഇരിക്കാട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം തമിഴിൽ കാണാൻ നല്ല രസമായിട്ടോ. ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോഴേക്കും കുറച്ച് ഒരു അത്ര രസം തോന്നിയില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം നല്ല രസമാണ് തമിഴിൽ. എനിക്ക് ഇന്ന് എപ്പിസോഡ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.